മിനോക്സിഡിൽ എന്ന ടോപ്പിക്കിനെ പറ്റി ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻസ് നിൽക്കുന്നതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് തന്നെയാണ്. മിനോക്സിഡിൽ എന്ന് പറയുന്നത് വെൽ ടോളറേറ്റഡ് ആയിട്ടുള്ള ഫോർമുലേഷൻ ആണ്. 90% ആളുകൾക്കും ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവാറില്ല. പക്ഷെ ബാക്കി 10%, അതായത് വളരെ സെൻസിറ്റീവ് സ്കാൽപ്പ് ഉള്ളവർക്ക് മൈൽഡ് ആയിട്ടുള്ള ഇറിറ്റേഷൻ, ഇച്ചിനെസ് അല്ലെങ്കിൽ ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2% വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 2% വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 to 6 വീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല 5%ലോട്ട് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഏത് പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് റിസൾട്ട് തരുന്നത്? 5% യൂസ് ചെയ്യാനാണ് ബെസ്റ്റ് റിസൾട്ട് തരുന്നത്. പക്ഷെ നിങ്ങൾ ബിഗിനർ ആണ് അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ 2% സ്റ്റാർട്ട് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യുക. ഇനി 10% അവൈലബിൾ ആണ്. 10% 5%-നെക്കാളും ബെറ്റർ റിസൾട്ട് തരുമെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ 10% ആവശ്യം നിങ്ങൾക്കിപ്പോൾ ഇല്ല. അതുമല്ല അതിന് കുറച്ചുകൂടി ഇറിറ്റേഷനും ഈ ഡ്രൈനെസ് ഒക്കെ കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ പിന്നെ അതിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. 5% ആണ് ബെറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. മിനോക്സിഡിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണോ യൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെക്കുക, മിനോക്സിഡിൽ എന്ന് പറയുന്നത് ഒരു പ്രൈസിയർ സൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരുപാട് വില കുറഞ്ഞ് മിനോക്സിഡിൽ വാങ്ങിച്ച് യൂസ് ചെയ്യരുത്, അതിന് ഉപയോഗം കാണില്ല. ഒരു 600 റേഞ്ചിന് എബവ് ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. കുറച്ച് ബ്രാൻഡ് പറയുകയാണെങ്കിൽ മിൻടോപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. മിൻടോപ്പാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മോർ മാക്സ് 5% മിനോക്സിഡിലിൻ്റെ ഈ പ്രൊഡക്റ്റാണ്. അത് നല്ലതാണ്. പിന്നെ ഹെയർ ഫോർ യു എന്ന് പറഞ്ഞൊരു മിനോക്സിഡിൽ ഉണ്ട്, അത് നല്ലതാണ്. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കലിൻ്റെ മിനോക്സിഡിൽ നല്ലതാണ്. അത് കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് നോക്കാം. മിക്കവാറുള്ള മിനോക്സിഡിൽ ബോക്സിനകത്തെല്ലാം ഒരു ഡ്രോപ്പറും കാണും, അതുപോലെ തന്നെ ഒരു സ്പ്രേയറും കാണും. ഓക്കെ, ഇപ്പം ഡ്രോപ്പർ ആണെങ്കിൽ ഇതിൽ 1 ml മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 1 ml എടുത്തിട്ട് നമ്മൾ പല പല പാർട്ടിലായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെയല്ല, ഇങ്ങനത്തെ സ്പ്രേയർ യൂസ് ചെയ്യാനാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ 4 സ്പ്രേ, ഇങ്ങനെ 4 സ്പ്രേ പല പല സ്ഥലത്തായിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യരുത്, മൈൽഡായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. 1 ml കൂടുതൽ ഒരുപാട് യൂസ് ചെയ്താൽ ഒരുപാട് റിസൾട്ട് വരുമെന്നൊരു സംഭവം ഇതിനകത്തില്ല. കറക്റ്റ് 1 ml യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്തത് ബയോട്ടിൻ എടുത്താൽ റിസൾട്ട് കൂടുമോ എന്ന് ചോദിക്കുന്നവരാണ്. വെറുതെ നമ്മൾ കുറേ ബയോട്ടിൻ വാങ്ങിച്ച് കഴിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യത്യാസം വരാൻ പോകില്ല. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കുക. വിറ്റമിൻ D3 ചെക്ക് ചെയ്യുക, വിറ്റമിൻ B12 ചെക്ക് ചെയ്യുക, ഫെററ്റിൻ ചെക്ക് ചെയ്യുക, തൈറോയ്ഡ് പ്രൊഫൈൽ നോക്കുക, പിന്നെന്താണ് ഈ ബയോട്ടിൻ ചെക്ക് ചെയ്യുക. ഇത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മളൊരു സപ്ലിമെൻറ്റ് ഇൻടേക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാം, എന്നാലും കുഴപ്പമില്ല. അല്ലാണ്ട് വെറുതെ സപ്ലിമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഡെർമാ റോളർ യൂസ് ചെയ്യണോ എന്നുള്ളതാണ്. ഡെർമാ റോളർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡെർമാ റോളർ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ്, മിനോക്സിഡിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇത്രയും ക്വസ്റ്റ്യൻസാണ് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചത് കുറച്ച് പേര്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.